കൊല്ലം സ്വദേശി തൗഫീഖ് തൊടുപുഴയിൽ എക്സൈസ് പിടിയിൽ. നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. തൊടുപുഴയിൽ വീണ്ടും കഞ്ചാവ് വേട്ട. ഇടുക്കി ജില്ലയിൽ തൊടുപുഴ നഗരം കഞ്ചാവ്, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രം എന്നാണ് അറിയപ്പെടുന്നത്. 40 കിലോയോളം കഞ്ചാവ് പിടിച്ച ഈ തൊടുപുഴയിൽ നിന്ന് കുറച്ച് ദിവസങ്ങളായി വലിയ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഇന്നലെ 2 കിലോ കഞ്ചാവുമായി തൊടുപുഴ KSRTC ഡിപ്പോയ്ക്ക് സമീപം കൃത്യമായിട്ടുള്ള തൂക്കം 2 കിലോ 65 ഗ്രാം ഉണങ്ങിയ കഞ്ചാവുമായിട്ടാണ് കൊല്ലം വെളുത്തോമ്പലം സ്വദേശി തൗഫീഖിനെ തൊടുപുഴ എക്സൈസ് സ്പെഷ്യൽ ടീം അംഗങ്ങൾ പിടിക്കപ്പെട്ടത്. അടുത്ത കാലങ്ങളിലായിട്ട് നിരവധി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ഭാവി തലമുറകളെയാണ് ഇത് മുഖാന്തരം മാനസികവും ശാരീരികവുമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചില ഉദ്യോഗസ്ഥർ പരമാവധി ഇത് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കേരളത്തിൽ പടർന്നു പന്തലിച്ചിരിക്കുന്ന അധോലോക മയക്കുമരുന്ന് വ്യാപാരികൾ ചില രാഷ്ട്രീയക്കാരുടെ തണലിൽ രാസലഹരി വിദ്യാലയങ്ങൾ വഴി സ്കൂൾ കുട്ടികളിൽ എത്തിക്കുന്ന വലിയ ഒരു ശൃംഖലയാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ഇതെവിടുന്ന് കിട്ടി, ആർക്ക് കൊടുക്കാൻ കൊണ്ടുവന്നു എന്ന് കൃത്യമായ അന്വേഷണത്തിലാണ് എക്സൈസ് വകുപ്പ്. ഇടുക്കി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ രഞ്ജിത് കുമാർ ടി സംഘം തൊടുപുഴ ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ കൊല്ലം താലൂക്കിൽ കുരിപ്പുഴ വെള്ളാട്ട് അമ്പലം സ്വദേശി തൗഫീഖ് വയസ്സ് 45 എന്ന ആളെയാണ് 2.65 കിലോ കഞ്ചാവുമായി 8/5/2025 വൈകുന്നേരം തൊടുപുഴ KSRTC ഡിപ്പോയ്ക്ക് സമീപം കസ്റ്റഡിയിലെടുത്തത്. സംഘത്തിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ALG ഷാജി ജെയിംസ്, POGമാരായ സിജുമോൻ, KN ജലീൽ, VM, ജിയോമാരായ അനൂപി ജോസഫ്, ആൽബിൻ ജോസ്, അജിത് TS, CO ഡ്രൈവർ ശശി PK എന്നിവരാണ് ടീം അംഗങ്ങൾ. പ്രതി തൗഫീഖ്. റിപ്പോർട്ടിംഗ് നാട്ടുരാജ്യ ന്യൂസ് തൊടുപുഴ.